ഹലോ ഗൈസ്, അപ്പോൾ ഇന്നിപ്പം നമ്മൾ കാണിക്കുന്നത് അശ്വതീജിൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോ ആണ് കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയി, പക്ഷേ നമ്മൾ മറന്നുപോയത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറന്നു പോയത് ഓരോ സിറ്റുവേഷനും കാര്യങ്ങളായിട്ട് നമുക്ക് ടൈം കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ മറന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ് സുചിത്രേജിൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഓർത്ത്, അയ്യോ ഇങ്ങനൊരു വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തില്ലല്ലോ എന്ന്. അങ്ങനെ നമ്മൾ നേരെ ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം 2-3 ഷോപ്പിലൊക്കെ വന്നപ്പോൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഓർത്തും ചെയ്തില്ല എന്ത് ഓൺലൈനിൽ അല്ലെങ്കിൽ ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ ആലോചിച്ചപ്പോൾ ഒരു ബിഗ്നർ വെൽ എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പുറത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ടാണ് വിട്ടത്. അവിടെ ചെന്നപ്പോൾ നോക്കിയപ്പോൾ 2-3 കേക്കൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. ആ ബട്ടർ സ്കോച്ച് കേക്ക് നമ്മൾ ഓർഡറൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ചുമ്മാ നമുക്ക് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ വാങ്ങിയ സാധനം നോക്കുന്നതിനേക്കാളും കൂടുതൽ അപ്പുറത്തെന്താ ഇരിക്കണം എന്നുള്ളത് നോക്കാനുള്ള നമുക്ക് ഒരു വ്യഗ്രതയാണല്ലോ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അവിടെ രസഗുള ഉണ്ട്, ഗുലാബ് ജാമുണ്ട്, അങ്ങനെ കുറേ സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊരു ബംഗാളി ഷോപ്പാണ്. നിറയെ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ പല ഐറ്റംസിലുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. എന്തൊക്കെ ഐറ്റംസ് ഒന്നും പേരൊന്നും അറിയില്ല. അപ്പോൾ എല്ലാത്തിൻ്റെ അടുത്ത് ഒരു പേരൊക്കെ സ്റ്റിക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നൊക്കെ ഒന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്, കാണുമ്പോൾ തന്നെ വേറൊരു വൈബാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചുമ്മാ നോക്കി വെള്ളം ഇറക്കാന്നല്ലാതെ നമ്മളൊന്നും വാങ്ങിയും ചെയ്തില്ല കേട്ടോ. നമ്മൾ ആകെ വാങ്ങിയത് കേക്ക് മാത്രമാണ്. പിന്നെ ജസ്റ്റ് കയറിയതിൽ വെച്ചിട്ട് കാണിച്ചതുണ്ട്. അതൊക്കെ എന്തൊക്കെയോ ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ ഷോപ്പാണ് കേട്ടോ ഇത്, ബിഗ്നർ വാലാന്ന്. അപ്പോൾ നമ്മളിവിടെ ഷോപ്പിൻ്റെ സൈഡിൽ തന്നെ ഇതൊക്കെ ചാറ്റും കാര്യങ്ങളൊക്കെ വേറൊരു സെക്ഷൻ ഉണ്ട്. പിന്നെ മേലോട്ട് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ നമ്മൾ കേക്കൊക്കെ വാങ്ങി ഇറങ്ങി നേരെ നമ്മൾ ഓടിയത് വിഴിഞ്ഞം ചിക്കനിലോട്ടാട്ടോ. ഇത് നമ്മുടെ ഫേവറേറ്റ് പ്ലേസാണ്. എപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ആകെ സെലക്ട് ചെയ്യുന്ന ഒരു കടയാണ് ഇതാണ്, വിഴിഞ്ഞം ചിക്കനാണ്. ഒക്കെ മലയാളീസിൻ്റെ കടയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ 3 പൊറോട്ടയും, അതായത് കുഞ്ഞും 3 പൊറോട്ടയും കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ്റെ ഒരു ലെഗോ ഏതൊരു പോർഷനും തരും. അപ്പോൾ അതിൻ്റെ ഒരു മസാല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് മൊത്തം വറുത്ത് കോരിയിട്ട് അതിലാണ്ട് ചിക്കന് വറുത്ത് കോരി തരുന്നതാണ്. ഇതിൻ്റെ ഇപ്പോഴത്തൊരു സ്പെഷ്യലാണ് കേട്ടോ. നല്ല ടേസ്റ്റ്, അതായത് ഭയങ്കര സ്പൈസിയാണ്. ഈ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയൊരു ഷോപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തി ഗൈസ്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും ഗൈസ്. ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടോ. കാരണം വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഞങ്ങൾ വാങ്ങി കഴിക്കാറുണ്ടത്. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കട എവിടേക്കെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓടിയതെല്ലാം ഇങ്ങോട്ടാണ് കേട്ടോ ലാസ്റ്റ്. അങ്ങനെ നമ്മൾ കേക്ക് ഇപ്പുറത്ത് മെൽറ്റാവാതെ ഇരിക്കുന്നുണ്ട് കണ്ടോ. അതങ്ങ് നുള്ളിയെടുക്കുമ്പോൾ തന്നെ നല്ലോണം ഇതായിട്ടുണ്ട്, നല്ല വെന്തുണ്ട്. കണ്ടോ കളർ കാണുമ്പോൾ തന്നെ ഭയങ്കര സ്പൈസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എരിവൊന്നും ഇഷ്ടപ്പെടാത്തവർക്കൊന്നും പറ്റത്തില്ല കേട്ടോ. അത്യാവശ്യം എരിവ് കഴിക്കുന്നവർക്കാകുമ്പോൾ ഓക്കെ, കുഴപ്പമില്ലാതെ തിന്നാം. അപ്പോൾ അതൊക്കെ വിഴിഞ്ഞും ചിക്കനൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നു ഗൈസ്. കുറേ കാലത്തിന് അങ്ങനെ ഗൈസ് നമ്മൾ വിഴിഞ്ഞും ചിക്കനിലൊക്കെ കണ്ടോ ഒരു നാരങ്ങയുടെ ചെറിയ പീസൊക്കെ എടുത്ത് അതിൻ്റെ നാരങ്ങ കയ്യിലോട്ട് പീസ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ കൊതിയുണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതൊക്കെ കഴിച്ച് നമ്മളെ കേക്ക് മെൽറ്റായി പോകും. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഹോസ്റ്റലിൽ പോകണം. ഹോസ്റ്റലിൽ പോയിട്ട് രാത്രി 12 മണിക്ക് അശ്വതിജനെ ഞെട്ടിച്ച് നമുക്ക് കേക്കൊക്കെ മുറിക്കാനുള്ളത് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇതൊക്കെ കഴിച്ച ശേഷം നമുക്ക് നേരെ ഇവിടെ കണ്ടോ കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കാലി ഗൈസ്. നമ്മൾ നേരെ ഇവിടെ എത്തിയതിന് ശേഷം അശ്വതിജി കേക്കൊക്കെ 12 മണിയായി. നമ്മൾ അശ്വതിജിന് തട്ടി വിളിച്ച് ഉണർത്തി എല്ലാവരും എണീറ്റിരിക്കുകയാണ് ഗൈസ്. ഈ നിമിഷത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ എടുത്ത് അശ്വതിജിക്ക് സന്തോഷമായി ഗൈസ്. അപ്പോൾ നമ്മൾ അശ്വതിജിൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചു. പക്ഷെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാന്ന് മാത്രമുള്ള സങ്കടമുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കേക്ക് എനിക്കിനെ ആദ്യം തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു, എല്ലാവരും കൂടെ ആഘോഷമൊക്കെ ആക്കി. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ. എല്ലാവരും 12 മണിക്ക് എല്ലാവരും കണ്ടോ, എല്ലാവരും നന്നായി ആഘോഷമൊക്കെ ചെയ്തു ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.